ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി കുറച്ച് സമയം മാത്രം മതി, നിങ്ങൾക്കും ഫാഷൻ ഡിസൈനർ ആവാം. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന AI ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം. സ്കിൽഷോറിൽ നിന്നും ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സുകൾ, അതും കുറഞ്ഞ ഫീസിൽ. നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം. ഇതാണ് അവസരം, ഇനി വൈകരുത്. ഇന്ന് തന്നെ സ്കിൽഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ. ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ ഒരു നെക്ക് കട്ട് ചെയ്യാം എന്നുള്ളത് നോക്കി. ഇനി ഈ ക്ലാസ്സിൽ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നതിന് പല മെത്തേഡ്സും ഉണ്ട്. ക്രോസ് പീസ് വെച്ചിട്ടും ഫേസ് മെത്തേഡായിട്ടും ഒക്കെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അട്രാക്റ്റീവായിട്ട് പല രീതിയിലും നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ ഫ്രീ കോഴ്സിൽ നമ്മളൊരു നോർമൽ മെത്തേഡ്, നിങ്ങൾക്ക് കൈ ഒന്ന് വഴങ്ങി കിട്ടാൻ വേണ്ടിയില്ല, ഒരു നോർമൽ മെത്തേഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മൾ ഡീറ്റെയിലിങ്സ് ഒക്കെ നമ്മുടെ 1 ഇയർ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും 1 ഇയർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മളിവിടെ വൈറ്റ് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏത് ഫാബ്രിക്കാണോ നമ്മൾ എടുക്കുന്നത് ആ ഫാബ്രിക്കിൻ്റെ അതേ കളറ് ത്രെഡാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പം. നമ്മളിവിടെ വൈറ്റ് എടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ത്രെഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഫാബ്രിക്കിൻ്റെ ഫ്രണ്ട് പോർഷന് ഇത് ബാക്ക് പോർഷനാണ്. ഈ പോപ്ലിംഗ് ക്ലോത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന്, ഇത് ബാക്ക് പോർഷനാണ്, ഇത് ഫ്രണ്ട് പോർഷനാണ്. ഓക്കെ അല്ലേ? ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമുക്കിത് 4 ഇഞ്ച് ടോട്ടൽ നെക്ക് വരുന്നത് 1/2 ഇഞ്ചാണ്. ടോട്ടൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 1/2 ഇഞ്ച് വരണം. നമുക്കിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഒന്നും കൂടെ കംഫർട്ടായിരിക്കും. ഇത് ഫോൾഡ് ചെയ്യുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാലിഞ്ച് ഈ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്യാൻ കൂടുതൽ കംഫർട്ടായിരിക്കും. ആ നെക്ക് ഷേപ്പിലേക്ക് ഇത് വരച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം വരച്ചിട്ടില്ല ഈ ഒരു 4 ഇഞ്ച് ഇത് ഈ രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫോൾഡ് ചെയ്ത ഈ പോർഷനിൽ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. ക്ലോത്ത് വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത്.
ചെറിയൊരു പാർട്ടിൽ നമ്മൾ അടിനൂല് കുടുങ്ങിയിട്ടില്ല, അപ്പോൾ അതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഈ പോർഷൻ ഒന്നും കൂടെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഈ ഒരു അറ്റത്തിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ നെക്ക്.